നാളെ കണ്ടിട്ടുണ്ടല്ലേ എത്ര അഭിനയിലാണ് പിന്നെ ഇങ്ങനെ പോയാൽ മതി. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചു പോകണ്ട. എന്താ അല്ല ഞാൻ മുടി കണ്ടപ്പോഴേ പെണ്ണാന്ന് എന്ത് കഷ്ടം നോക്കി. ഇവക്ക് സ്ഥിരമുള്ള സംഭവം കോംപ്ലക്സ് ആണ്. എവിടെ ആരെ കണ്ടാലും സംഭവിച്ചത് എവിടെ സംഭവിച്ചത് നമ്മുടെ അവിടെ. അല്ല ഇതിപ്പോ ആധുനിക കാലഘട്ടമാണല്ലോ. അപ്പൊ എന്തിനും ഏതിനും ഇപ്പൊ റോബോട്ടുകളുടെ സഹായം തേടുന്നുണ്ട്. ഇപ്പൊ എന്റെ വീട്ടില് വേലക്കാരിനെ നിർത്തിയിരുന്ന ഇവക്ക് സംശയമാണ്. ഇതുപോലെ തന്നെ എല്ലാം സംശയമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു റോബോട്ട് നിർത്തി. പക്ഷെ അവിടെ ഒരു കാര്യം സംഭവിച്ചു. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹമാണ് ഷിബു. എറണാകുളത്തെ പ്രശസ്ത ബിസിനസ് സ്ഥാപനമായ udaip.com-ലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ഈ വരുന്നത് ഇദ്ദേഹത്തിന്റെ സുന്ദരിയായ ഭാര്യ. ലളിതത്തിൽ ഇവരെ സഹായിക്കുവാൻ ഒരാൾ കൂടി ഈ വീട്ടിലുണ്ട്. ഇതൊരു മനുഷ്യനല്ല, ഈ വീട്ടിലെ ജോലിക്കാരൻ ചെല്ലപ്പൻ റോബോട്ട്. ലേഖേ, കഴിഞ്ഞ വിവാഹ വാർഷികത്തിന് നിനക്ക് ഞാൻ തന്ന സമ്മാനാണിത്. ഈ വർഷം നിനക്ക് ഞാൻ എന്താ തരേണ്ടത്? ദേ നോക്ക്, സമ്മാനവും വേണ്ട ഒന്നും വേണ്ട. ദേ ഈ സാധനത്തിനെ ഒന്ന് ഒഴിവാക്കി തന്നാ മതി. കണ്ടില്ലേ, വീട് തൂത്ത് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് ഈ മടിയൻ ചൂല് തറയിൽ മുട്ടിക്കാതെ തൂക്കുന്നത് കണ്ടോ? എടാ ചെല്ലപ്പ, എന്തോ നിന്നെ കൊണ്ടുവന്ന അന്ന് മുതൽ ഞാൻ ഈ പരാതി കേൾക്കണതാ. നിനക്കൊന്നു കുനിഞ്ഞടിച്ചൂടെ? കണ്ണി ചോരയില്ലാതെ പറയല്ലേ കൊച്ചമ്മേ. പണിയെടുത്ത് എന്റെ നടുവിന്റെ നട്ടും ബോൾട്ടും ഒടിഞ്ഞിരിക്കുകയാ. ഓ നിന്റെ ഒരു പണി, നീ ഒന്നും പറയണ്ട. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഇവന്റെ ഐസി അടിച്ചു പോയെന്നും പറഞ്ഞ് ബഹളം വെച്ച് നമ്മുടെ എത്ര ആദിരാത്രികളാണ് ഇവൻ കുളമാക്കിയിട്ടുള്ളത്. നീ വിഷമിക്കണ്ട ലേഖേ, 2 വർഷത്തിന് ശേഷം വീണ്ടും നമുക്കൊരു ആദിരാത്രി വന്നെത്തിയിരിക്കല്ലേ. അപ്പോ ഇന്നും എന്റെ കണ്ണിന്റെ ഐസി അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. വിളിക്കുന്ന എളി കണ്ടില്ലേ, ഒരു കുത്തുവെച്ച് കൊടുക്കണം. ചേട്ടനോട് എത്ര നാളായി ഞാൻ പറയുന്നു ഇവനെ മാറ്റിയിട്ട് എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാൻ. അപ്പുറത്തെ ജാനുവിന് കമ്പ്യൂട്ടർ ഉണ്ട്, മാധവിക്ക് കമ്പ്യൂട്ടർ ഉണ്ട്, ജിൻസിക്കും കമ്പ്യൂട്ടർ ഉണ്ട്, അഞ്ജുനും വരെ കമ്പ്യൂട്ടർ ഉണ്ട്. എടി, അവർക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്ന എഞ്ചിനീയർ രാഘവൻ ഒറ്റക്കല്ലേ? അയ്യോ, എന്നെ വിറ്റ് കളയല്ലേ, ഞാനിവിടെ ഒതുങ്ങി ജീവിച്ചോളാം. കണ്ടോ, നീ എന്തിനാ പാവത്തിനെ ഇങ്ങനെ കരയിക്കണേ? അവനൊരു പാവ റോബോട്ടല്ലേ. ഇതവന്റെ കള്ളക്കരച്ചിലല്ലേ. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് അവനെ മൂഡ് ഓഫ് ആക്കല്ലേ. നീ പോയി ഒന്ന് ചിരിപ്പിച്ചവനെ. പോട്ടെ റോബോട്ടെ, ഞാനൊരു തമാശ പറഞ്ഞാൽ കരുതിയാ മതി. നീ കരയല്ലേ ചെല്ലു. എന്താത് കൊച്ചു കള്ളൻ. കൊച്ചമ്മ ഇങ്ങനെ പറയുമ്പോ എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു. കണ്ടില്ലേ എന്റെ രോമം പൊങ്ങിയത്? ഒന്ന് പോ ചെല്ലു, നിനക്കതിന് രോമം ഇല്ലല്ലോ. രോമമില്ലെങ്കിലും പൊങ്ങും. എന്ത് സന്തോഷം. മോളെ ലേഖേ, നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അന്ന് മുതലാണ് സന്തോഷം സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. മതി അധികം ഓവറാകണ്ട എന്റെ പൊന്നൂ. ദേ ഇവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന അന്ന് മുതലാണ് സന്തോഷവും സമാധാനവും എനിക്ക് നഷ്ടപ്പെട്ടത്. എടാ ചെല്ലപ്പ, നീ ഒന്നും മിണ്ടാതിരിക്കണമെങ്കിൽ ഞാൻ എന്താ തരേണ്ടത്? ചായ വേണോ? വേണ്ട. കാപ്പി വേണോ? വേണ്ട. ജ്യൂസ് വേണോ? വേണ്ട. സ്മോള് വേണോ? സോഡ വേണ്ട. അത് ശരി, എങ്ങനെ മിണ്ടരുത്. അല്ല പിന്നെ ലേഖേ, ഈ വിവാഹ വാർഷികത്തിന് ഞാൻ എന്താ നിനക്ക് തരേണ്ടേ? എനിക്ക് സമ്മാനം ഒന്നും വേണ്ട. ഏറ്റവും വിലമതിക്കുന്ന ഒരു സമ്മാനം ഞാൻ ചേട്ടന് തരാം. ഏറ്റവും വിലമതിക്കുന്ന സമ്മാനോ? എന്താ തെളിച്ച് പറ. നേരിട്ട് പറയാൻ എനിക്ക് നാണോ. ഒച്ചത്തിൽ പറഞ്ഞ ഇവൻ കേക്കും. ഞാൻ ചെവിയിൽ പറയാം. പറ. സത്യം ഞാൻ അച്ഛനായി. ഏത് പള്ളിയിലെ? എടാ പള്ളിയിൽ അച്ഛനല്ല, ഞാനൊരു കുഞ്ഞിന്റെ അച്ഛനായത്.
കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഷിബു, നിങ്ങളുടെ വൈഫ് ഒരു കുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നു. ആണോ? ഓക്കേ. എനിക്ക് എന്റെ കുട്ടിയെ കാണണം. എവിടെ എന്റെ കുട്ടി? എനിക്ക് എന്റെ കുട്ടിയെ കാണണം. നിങ്ങൾ ധൃതി വെക്കാതെ, നിങ്ങളെ കുട്ടി പ്രസവിച്ച് വീണുടഞ്ഞതാ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. എവിടെ എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണം. ദേ വരുന്നു. ഇത്രയും കാലം നീ എന്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിക്കായിരുന്നല്ലേ? മുതലാളിയല്ലേ പറഞ്ഞത് ഈ കുടുംബത്തിലെ എല്ലാ പണിയും ചെയ്യണമെന്ന്? അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘസുമൃതമീശ്വര ഹൃദയം എന്നന്തരാത്മാവിൽ മാന്യ പ്രേക്ഷകർക്ക് സെറാ സരിഗമ പതിനിസയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ലണ്ടനിലെ പ്രശസ്തരായ ഗായകരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഞാനിവിടെ ഇപ്പോൾ. അപ്പോൾ ആദ്യമായിട്ട് വേദിയിലേക്ക് എത്തുന്നത് മറ്റാരുമല്ല, കെൻറ്റിൽ നിന്ന് തന്നെയുള്ള കാതിർക്ക. വെൽക്കം മിസ്റ്റർ കാതിർക്ക. കയ്യടിയോടുകൂടി അദ്ദേഹത്തിനെ സ്വീകരിക്കാം. നമസ്കാരം. ഇപ്പുറത്തേക്ക് വാ. ഇടത്തുനിന്നല്ലേ തുടങ്ങേണ്ടത് നമുക്ക്? കാതിർക്ക. അപ്പൊ സെറാ സരിഗമ പതിനിസയിലേക്ക് ആർദവമായ സ്വാഗതം. നമ്മുടെ സരിഗമ തുടങ്ങുമ്പോൾ വരുന്ന പാർട്ടിസിപ്പൻസിനെ കൊണ്ട് ആദ്യമായിട്ട് ഞാൻ പാട്ട് പഠിക്കാറുണ്ട്. അപ്പൊ ഇക്കയുടെ ഒരു പാട്ടോട് കൂടി നമുക്ക് തുടങ്ങാം അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ തുടങ്ങിക്കോളൂ. ഞാൻ നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടത്തിലത്തെ ഏത് പാട്ടാണ്? നമ്മുടെ ഈ അഗ്നിദേവൻ എന്നുള്ള പടത്തില് ആ, മൂപ്പര് അമ്മൂമ്മ എഴുതിയിട്ടുള്ള ഒരു പാട്ട് പാടുണ്ടല്ലോ, അഗ്നിദേവനല്ലേ? അതെ, അതെ, അതെ. എന്തും ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ അത് പാടാം. അസറയ സത്രം കോർത്ത ജപമാലയും കച്ചിലേന്തി. കജ്ജിലല്ല കയ്യിലേന്തി. ആ അതന്നെ, കച്ചിലേന്തി കയ്യിലേന്തി. ആ മനസ്സിലായി. അതിലേന്തി അഗ്നിയെ സ്ഫുടം ചെയ്തെടുത്ത മനസ്സാ സംഘമൂളി. സംഘല്ല, ശംഖ്. ആ അതെ, സംഘമൂളി. ശംഖ്, അത് മൂളി ഇത്തിരി സ്നേഹത്തിൻ വിസാപാത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പാട്ട്. അങ്ങനെ ആണല്ലേ? ഇക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, പാട്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാ. കാരണം പാട്ട് പാടുന്നവർക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാല് അക്ഷര സ്ഫുടതയാണ്. അക്ഷര സ്ഫുടത ഭയങ്കര കുറവായി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, നമ്മുടെ AR റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത ഒട്ടകത്തെ എന്നുള്ളൊരു ഗാനമുണ്ട്, അതൊന്ന് കേൾക്കാം അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടപ്പോ ഈ പറഞ്ഞു ഒട്ടകത്തെയാണ്. അപ്പൊ ഒട്ടകത്തെ നമുക്ക് കേൾക്കാം. ഓക്കെ. റഹ്മാനാണല്ലേ? ആ, AR റഹ്മാൻ. അറിയില്ലായിരുന്നു. AR റഹ്മാൻ. ഞാൻ ആ പാട്ട് ഞാൻ പറയാം. ഓർക്കസ്ട്ര പ്ലീസ്. 1 2 3 1 2 3. അയ്യോ, ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്ക മരങ്ങൾ നിര നിര നിര. അയ്യോ ഇങ്ങനെയല്ല. ഒരു മിനിറ്റ്, ഇത് ഏത് ഒട്ടകമാണ് പാടിയത്? എന്തേ? ഞാൻ ഉദ്ദേശിച്ചത് തമിഴിലെ ഒട്ടകത്തെയാണ്. തമിഴിലെ ഒട്ടകത്തെ. എന്താ ഈ പറഞ്ഞത്? തമിഴിലും മലയാളത്തിലൊക്കെ ഒട്ടകം തന്നെയല്ലേ? എന്റെ പേരെന്താ? എന്റെ പേര് ചിരിക്കുട്ടൻ. തമിഴില ചിരിക്കുട്ടൻ, മലയാളത്തിലാ ചിരിക്കുട്ടൻ. അതേമാതിരി തന്നെ ഒട്ടകത്തിനും അതിനും വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമൊന്നുമില്ലല്ലേ?